നാരായണ നാരായണ നാരായണ. ശ്രീമദ് ഗർഗഭാഗവതം വിശ്വജിത് ഖണ്ഡം 44-ാമത്തെ അധ്യായം. ഇളാവൃത ഖണ്ഡഗമനം. അതിൽ വേദസ്തുതി. ദ്വാരകയിലെ ഉഗ്രസേന മഹാരാജാവിൻ്റെ രാജസൂയ യജ്ഞം ഭഗവാൻ നടത്തിയിരിക്കുന്നു. പ്രദ്യുമ്നനെ ആദ്യം വിട്ടു. ഇപ്പോൾ ഭഗവാനും ഒപ്പമുണ്ട്. ഇപ്പോൾ ജംബൂദ്വീപത്തിനെ മുഴുവൻ ജയിക്കുന്നതായിട്ടുള്ള രംഗങ്ങളെയാണ് ഇപ്പോൾ നമ്മൾ പാരായണം ചെയ്യുന്നത്. അതിൽ ബാക്കി 8 ഖണ്ഡങ്ങളെയും കഴിഞ്ഞു. ഇനി ഇളാവൃത ഖണ്ഡം അത് ജയിക്കാനുള്ള ഇപ്പോൾ ജയിച്ചിരിക്കുന്നു. അവിടെ ഭഗവാനെ സ്തുതിക്കുന്നതായിട്ടുള്ള രംഗങ്ങളാണ്. ഓം ശ്രീമദ് ഗർഗഭാഗവതം വിശ്വജിത് ഖണ്ഡം അധ്യായം 44 ഇളാവൃത ഖണ്ഡഗമനം വേദസ്തുതി. ബഹുലാശ്വരാജാവും ശ്രീനാരദ മഹർഷിയും തമ്മിലുള്ള സംവാദമായിട്ട് ഗർഗമഹർഷിയാൽ ശ്രീകൃഷ്ണലീലയെ പറയുന്ന ഗർഗഭാഗവതം അല്ലെങ്കിൽ ഗർഗസംഹിത എന്ന ഗ്രന്ഥം ഇപ്പോൾ നമ്മൾ പാരായണം ചെയ്യണു. ഓം ബഹുലാശോവാച രാഗിണീനാം ച നാമാനി വദ ദേവർഷേ മമ തഥാ വൈ രാഗപുത്രാണാം ത്വം പരാവരവിത്തമ. ശ്രീനാരദ ഉവാച കാലദേശാദിഭേദേന ക്രിയയാ സ്വരമിശ്രയാ ഭേദാബുധൈ ഷഡ്പഞ്ചാശത് കോട്യോ ഗീതസ്യ കീർത്തിത. അന്തർഭേദാ അനന്താ ഹി തേഷാം സന്ധി നൃപേശ്വരേ വിദ്യേനം രാഗമാനന്ദം ശബ്ദബ്രഹ്മമയം ഹരിം. അപ്പോൾ അവിടെ രാഗികളുടെയും രാഗപുത്രന്മാരുടെയും പേരുകൾ. നമ്മൾ സംഗീതത്തെക്കുറിച്ചാണ് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞത്. ആ സംഗീതത്തിൽ രാഗം വളരെ പ്രധാനമാണ്. രാഗ, താള, ലയ, സ്വര ഒക്കെ ഉണ്ട്. അതിൽ ഈ രാഗിണി അവരുടെ പുത്രന്മാർ ദേവർഷെ അങ്ങ് പറയണമെന്ന് പറയാണ് ബഹുലാശ രാജാവ്. കാലദേശ ഭേദങ്ങൾക്ക് അനുസൃതമായിട്ട് സ്വരത്തിൽ വരുന്ന ചേരുവ കൊണ്ട് മിശ്രത കൊണ്ട് 56 കോടി ഭേദങ്ങളുണ്ട് എന്നാണ്. 64 രാഗങ്ങൾ അങ്ങനെയൊക്കെ ഒരു കണക്കുണ്ടല്ലോ. അതുപോലെ 56 കോടി ഭേദങ്ങളുണ്ടെന്നാണ്. അപ്പോൾ അവയുടെ ഈ അന്തർഭേദം അനന്തമാണ്. അതുകൊണ്ടാണ് 56 കോടി. ഈ ശബ്ദബ്രഹ്മമായിട്ടുള്ള ഓങ്കാരം, ആ ഭഗവാൻ ശ്രീഹരി തന്നെയാണ് രാഗം എന്നത്. രാഗം എന്നുള്ളത് സാധാരണ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് ഈ കാമാദികളെയാണ് ഉദ്ദേശിക്കുക. ഇവിടെ അതല്ല, ഭഗവാനോടുള്ള ആഭിമുഖ്യമാണ് രാഗം. സംഗീതം അതിൽ സാമം ഭഗവാനാണെന്ന് പറയേണ്ട വേദം. അപ്പോൾ അതിൻ്റെ അനവധി വിവിധ ഭാവങ്ങൾ, നമ്മൾ കേൾക്കുന്നതും കേൾക്കാത്തതുമായിട്ട് ശബ്ദങ്ങളുണ്ട്. നമുക്കറിയില്ല. പ്രാണിവർഗ്ഗങ്ങൾ തൊട്ട് എല്ലാ ജീവജാലങ്ങളും, സാത്വിക ഭാവമുള്ളവരും രാജസഭാവമുള്ളവരും താമസഭാവമുള്ളവരും ഒക്കെ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് പലതും നമുക്ക് വാദ്യഘോഷങ്ങളിൽ കേൾക്കാൻ സാധിക്കും. തന്ത്രിവാദ്യമായിട്ടും ഈ തുകൽ വാദ്യമായിട്ടും. ഇപ്പോൾ ചെണ്ടയായാലും മറ്റേ ഇടയ്ക്കായാലും രണ്ട് ശബ്ദം തന്നെയാണ്. ഒന്ന് സാത്വികമാണ്, ഒന്ന് ആസുരാണ്. ഈ വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോന്നിലുണ്ട് ഇതൊക്കെ. അതുപോലെ സുഷിരവാദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഓരോന്നും. പിന്നെ നമ്മൾ നമ്മുടെ കൈ കൊണ്ട് നമ്മുടെ വായ കൊണ്ട് ഒക്കെ ഉണ്ടാക്കുന്ന ശബ്ദം. അതുപോലെ സ്റ്റെപ്സ് വയ്ക്കുമ്പോൾ, കാലുകൊണ്ട് നൃത്തം വയ്ക്കുമ്പോൾ, അതുപോലെ അതിൽ നമ്മൾ ആഭരണങ്ങൾ ചിലങ്കയായാലും ശരി വളകളായാലും ശരി ഒക്കെ ശബ്ദങ്ങൾ വ്യത്യാസം വരും. അതുപോലെ കണ്ഠത്തിൽ പല ആഭരണങ്ങൾ തൂക്കുമ്പോൾ അതിൻ്റെ ശബ്ദങ്ങൾ വരും. പൊന്നരഞ്ഞാണം, അതിന് മറ്റേ ശബ്ദ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ പലതുമുണ്ട്. ശബ്ദങ്ങൾ എത്രയാണ് വരണമെന്ന് ചോദിച്ചാൽ നിശ്ചലേ 56 കോടി എന്ന് പറഞ്ഞാൽ അതിശയോക്തി അല്ല എന്ന് സാരം. അതാണ്, അത്രയും കൂടുതലുണ്ട്. നമുക്ക് അറിയണില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ കേൾക്കാൻ പറ്റാത്ത ശബ്ദങ്ങൾ പ്രാണിവർഗ്ഗങ്ങൾക്ക് അലോരസമായിട്ട് വരുന്നുണ്ട്. എവിടെയോ നടക്കണ ഭൂകമ്പം നമുക്ക് നമുക്ക് മനസ്സിലാവണില്ല, പക്ഷേ മൃഗങ്ങൾക്ക് മനസ്സിലാവണം. അതിൻ്റെ സാരം എന്താ? ഈ ശബ്ദം അവർക്ക് മനസ്സിലാവേണ്ടത്. അതാണ്. അങ്ങനെ ഓരോന്നും. അപ്പോൾ ഇതൊക്കെ ശബ്ദബ്രഹ്മത്തിൽ നിന്നുണ്ടായതാണ് എന്ന് പറയുകയാണ്. നാരദൻ പറയണു, തസ്മാൻ മുഖ്യാശ്ച ഭേദാ കൗ വദിഷ്യാമി തവാഗ്രത ഭൈരവീ പിംഗള ശങ്കി ലീലാവത്യ ഗരീ തഥാ ഭൈരവസ്യ അതിരാഗസ്യ രാഗിണ്യ പഞ്ചകീർത്തിത മഹർഷിശ്ച സമൃദ്ധശ്ച പിംഗളോ മാഗധസ്തഥാ ബിലാവലശ്ച വൈശാഖോ ലളിത പഞ്ചമസ്തഥാ ഭൈരവസ്യ അഷ്ടപുത്ര യേ ഗീയന്തേ ച പൃഥക് പൃഥക്
ചിദ്ര ജയ ജയാവന്തി വിചിത്ര കഥിത പുന വ്രജ വ്രജമല്ലാര്യന്ധകാരാരീ രാഗിണ്യോപി മനോഹര മേഘമല്ലാരരാഗസ്യ കഥിത പഞ്ചമൈഥില ശ്യാമാകാര സോരടശ്ച നടോഡ്ഡായന ഏവ ച കേദാരോ വ്രജരംഹസ്യോ ജലധാരസ്തഥൈവ ച വിഹാഗശ്ചേഹ്യഷ്ടപുത്ര കഥിത പൂർവസൂരിഭിः കഞ്ചുകി മഞ്ജരി ടോഡി ഗുർജരി ശാംബരി തഥാ ദീപകസ്യാപി രാഗസ്യ രാഗിണ്യാ പഞ്ചവിശ്രുതാ കല്യാണ ശുഭകാമശ്ച ഗൗഡകല്യാണ ഏവ ച കാമരൂപകാൻ ഹരേതി രാമസഞ്ജീവനസ്തഥാ സുഖനാമാ മന്ദഹാസ പുത്രശ്ചാഷ്ടോ വിദേഹരാട് രാഗസ്യ ദീപകസ്യാപി കഥിത രാഗപണ്ഡിതൈ ഗാന്ധാരി വേദഗാന്ധാരി ധനശ്രീ സ്വർമണിസ്തഥാ ഗുണാകരീതി രാഗിണ്യ പഞ്ചൈവ മൈഥിലേശ്വര മാലകോശസ്യ രാഗസ്യ കഥിത രാഗമണ്ഡലേ മേഘശ്ചമലലോമാരും ആചാര കൗശികസ്തഥാ ചന്ദ്രഹാരോ ഖുങ്ഖുടശ്ച വിഹാരോ നന്ദ ഏവ ച മാലകോശസ്യ രാഗസ്യ ചാഷ്ടപുത്ര പ്രകീർത്തിത വൈരാടി ചൈകകർണാടി ഗൗരി ഗൗരാവടി തഥാ ചതുശ്ചന്ദ്രകലാ ചൈവ രാഗിണ്യ പഞ്ചവിശ്രുത ശ്രീരാഗസ്യാപി രാജേന്ദ്ര കഥിത പൂർവസൂരിഭിः സാരംഗസാഗരോ ഗൗരോ മരുൾ പഞ്ചശരസ്തഥാ ഗോവിന്ദശ്ച ഹമീരശ്ച ഗീർഭിരശ്ച തഥൈവ ച ശ്രീരാഗസ്യാപി രാജേന്ദ്രാഷ്ടൗ പുത്ര മനോഹര വസന്തി ഐരജാഹേരി തൈലംഗി സുന്ദരി തഥാ ഹിന്ദോളസ്യാപി രാഗസ്യ രാഗിണ്യ പഞ്ചവിശ്രുത മംഗളശ്ച വസന്തശ്ച വിനോദകുമുദസ്തഥാ ഏവം ച വിഹിതം നാമ വിഭാസ സ്വരമണ്ഡല പുത്രാശ്ചാഷ്ടൗ സമാഖ്യാതാ മൈഥിലേന്ദ്ര വിചക്ഷണൈ ബഹുലാശുവാച ശബ്ദബ്രഹ്മ ഹരേ സാക്ഷാൽ നിഗമസ്യ മഹാത്മന രാസമണ്ഡല ഇത്യേവം ഹിന്ദോളസ്യ പൃഥക് പൃഥക് അംഗാനി വദമേ ദേവ കാനി കാനി മഹീതലേ. അപ്പോൾ ഇങ്ങനെ ഈ വക കാരണങ്ങളെ കൊണ്ട് അവയിൽ രാഗങ്ങൾ പലതുമുണ്ട്. അതിൽ പ്രധാനമായത് ചിലത് പേര് പറയാം, അത്രയേ ഉള്ളൂ. ഭൈരവി, പിങ്കള, ശംഖി, ലീലാവതി, അഗരി ഇവയാണ് ഭൈരവത്തിൻ്റെ രാഗിണികൾ. പിന്നെ മഹർഷി സമൃദ്ധം, പിങ്കളം, മാഗധം, ബിലാവലം, വൈശാഖം, ലളിതം, പഞ്ചമം ഇവയാണ് 8 പുത്രന്മാർ. പിന്നെ ചിത്ര, ജയജയാവന്തി, വിചിത്ര, വ്രജമല്ല, ര്യന്ധകാകാരി ഇവരാണ് മേഘമല്ലാരത്തിൻ്റെ പത്നികൾ. ശ്യാമാകാരൻ, സോദരൻ, നടൻ, ഉഡ്ഡായനൻ, കേദാരൻ, വ്യജരംഹസ്യൻ, ജലധാരൻ, വിഹാഗൻ ഇങ്ങനെ 8 പുത്രന്മാരുണ്ട്. കഞ്ചുകി, മഞ്ജരി, ടോഡി, ഗുർജരി, ശാംബരി ഇവരാണ് ദീപകത്തിൻ്റെ രാഗിണികൾ. കല്യാണൻ, ശുഭകാമൻ, ഗൗഡ, കല്യാണൻ, കാമരൂപൻ, കാൻഹരി, രാമസഞ്ജീവന, സുഖനാമ, മന്ദഹാസൻ ഇങ്ങനെ 8 പേര് ദീപകരാഗത്തിനുള്ള പുത്രന്മാരാണ്. ഗാന്ധാരി, വേദഗാന്ധാരി, ധനശ്രീ, സ്വർമണി, ഗുണാകരി ഇങ്ങനെ 5 രാഗിണിമാർ. മേഘം, മചലം, മാരുമാചാരം, കൗശികം, ചന്ദ്രഹാരം, ഖുങ്ഖുടം, വിഹാരം, നന്ദം ഇങ്ങനെ 8 പുത്രന്മാർ മാലകോശം എന്ന രാഗത്തിൻ്റെ ആയിട്ട് പറയണു. വൈരാടി, കർണാടി, ഗൗരി, ഗൗരാവടി, ചന്ദ്രകല ഇവർ ശ്രീരാഗത്തിൻ്റെ പത്നിമാർ, രാഗിണിമാർ. സാരംഗം, സാഗരം, ഗൗരം, മരുത, പഞ്ചശരം, ഗോവിന്ദ, ഹമീര, ഗീർഭീര ഇങ്ങനെ ശ്രീരാഗത്തിൻ്റെ 8 പുത്രന്മാർ. വസന്തി, ഐരജ, ഹേരി, തൈലങ്കി, സുന്ദരി ഇവർ ഹിന്ദോളത്തിൻ്റെ ഭാര്യമാർ, രാഗിണികൾ. മംഗളം, വസന്തം, വിനോദം, കുമുദം, വിഭാസം, സ്വരമണ്ഡലം ഇങ്ങനെ പുത്രന്മാരും ഈ ശ്രീരാഗത്തിൻ്റെ ഹിന്ദോളത്തിൻ്റെ പുത്രന്മാരായിട്ട് മംഗളം, വസന്തം, വിനോദം, കുമുദം, വിഭാസം, സ്വരമണ്ഡലം ഇങ്ങനെ
പിന്നെ ശബ്ദബ്രഹ്മത്തിൻ്റെ മഹാത്മാവായിട്ടുള്ള ഈ വേദത്തിൻ്റെ വേദമാകുന്ന നിഗമത്തിൻ്റെ രാസമണ്ഡലത്തിലുള്ള ഈ ഹിന്ദോള രാഗത്തിൻ്റെ ഈ ഇങ്ങനെ എന്നൊക്കെ പറയുന്നതായിട്ടുള്ള ഈ അംഗകൽപ്പനകളുണ്ടല്ലോ, അത് എങ്ങനെയെന്ന് വേറെ പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീനാരദ മഹർഷി പറയണു. ശ്രീനാരദ ഉവാച മുഖം വ്യാകരണം പ്രോക്തം പിംഗളപാദമുച്യത്തെ മീമാംസശാസ്ത്രം ഹസ്തൗ ച ജ്യോതിർനേത്രം പ്രകീർത്തിതം ആയുർവേദ പൃഷ്ഠദേശോ ധനുർവേദ ഉരസ്ഥലം ഗാന്ധർവം രസതാം വിദ്ധി മനോവൈശേഷികാം സ്മൃതം സാഖ്യം ബുദ്ധിരഹങ്കാരോ ന്യായവാദ പ്രകീർത്തിത വേദാന്തം തസ്യ ചിത്തം ഹി വേദസ്യാപി മഹാത്മന രാഗരൂപമിമം രാജൻ വിഹാരം വിദ്ധി മൈഥില ഏതത്തെ കഥിതം രാജൻ കിം ഭൂയ ശ്രോതുമിച്ഛസി ബഹുലാശുവാച തസ്മിൻ വേദപുരേ രമ്യേ കിം ചകാര ഹരി സ്വയം ഏതന്മേ വദതേ വർഷേ ത്വം സാക്ഷാൽ ദിവ്യദർശന. ശ്രീനാരദോവാച ആയാന്തം വേദനഗരം ശ്രീകൃഷ്ണം യാദവേശ്വരം നിഗമോ അപി ബലിം നീത്വാ സരസ്വത്യാദയാ സഹ ഗന്ധർവൈരപ്സരോഭിശ്ച ഗ്രാമതാളൈസ്വരൈ സഹ രാഗൈ സഭേദൈ സഹിത പ്രണനാമ കൃതാഞ്ജലി പ്രസന്നോ ഭഗവാൻ സാക്ഷാൽ ദേവദേവോ ജനാർദ്ദന വേദം പ്രാഹയതൂനാം ച സർവേഷാം ശൃണ്വതാം സദാം. ശ്രീ ഗുരുവായൂരപ്പ. ശ്രീ ഭഗവാനുവാച നിഗമത്വം വരം ബ്രൂഹി യത്തെ മനസി വർത്തതേ ദുർലഭം കിം ത്രിലോകേഷു ഭക്താനാം ഹർഷിതേ മയി. വേദ ഉവാച യദി ദേവ പ്രസന്നോസി സർവേ യേ മേ സുപാർഷദ തേഷാം ദേവ നിജം രൂപം ദർശയാത്ര പരേശ്വര യദ്രൂപം തേ ച ഗോലോകേ സ്വധാംനി പ്രസ്ഫുരദ്യുതൗ വൃന്ദാവനെ ച തദ്രാസേ തസ്യ ദർശനകാംക്ഷിണ. ശ്രീനാരദോവാച ശ്രുത്വാ വേദവച കൃഷ്ണ പരിപൂർണതമസ്വയം സ്വരൂപം ദർശയാമാസാരാധയാ സഹിതം പരം തദ്രൂപം സുന്ദരം ദൃഷ്ട്വാ സർവേ വൈ മൂർച്ഛിതാം ഗതാ പൂരിതാ സാത്വികൈർഭാവൈ വിസ്മൃത്യ സ്വതനും സുഖം തദാ അതിഹർഷിതാ സർവേ വാദിത്രൈർമധുരസ്വനൈ ജഗുസ്തൽപുരദേ രാജൻ നനൃതോ പശ്യതാം സദാം യഥാശ്രുതം തഥാ ദൃഷ്ടം മാധുര്യം രൂപമദ്ഭുതം തഥൈവ ചക്രുർവേദാദ്യ വർണ്ണനം മൈഥിലേശ്വര. ശ്രീ ഗുരുവായൂരപ്പ ശരണം നാരായണ. ശ്രീനാരദ മഹർഷി പറയാണ്, മുഖം വ്യാകരണമാണ്, പിംഗളം ചരണങ്ങളാണ്, മീമാംസാശാസ്ത്രം അത് കൈകളാണ്, ജ്യോതിസ് കണ്ണുകളാണ്, ആയുർവേദം പിൻഭാഗം, ധനുർവേദം ഉരസ്ഥലം മാറ്, അതേപോലെ ഗാന്ധർവം നാവ്, മനസ്സ് വിശേഷപ്പെട്ടതായിട്ടുള്ള വൈശേഷിക ശാസ്ത്രം. ഇങ്ങനെയാണ്. സാഖ്യമാണ് ബുദ്ധി, ന്യായശാസ്ത്രമാണ് അഹങ്കാരം, അതേപോലെ വേദാന്തം ചിത്തം ആണ്. ഇപ്പോൾ വേദം പഠിച്ചാൽ പോരാ, വേദത്തിൻ്റെ അതിൻ്റെ സാരം എന്താ വെച്ചാൽ അത് പഠിക്കണം, വേദാന്തം പഠിക്കണം. പിന്നെയോ രാഗം വിഹാരസ്ഥലമാണ്. എവിടേക്കാണോ ഭഗവാൻ വിഹരിക്കുന്നത് അത് രാഗമാണ്. ഇപ്പോൾ ഭഗവാൻ എല്ലാത്തിലും എത്തും. അതാണ് നമ്മൾ ഈ ശ്ലോകങ്ങളൊക്കെ ചെല്ലുമ്പോൾ നമ്മളറിയാതെ കണ്ടതിൽ രാഗം വരുന്നുണ്ട്. ഏത് രാഗ നമുക്ക് നിശ്ചയില്ല, പക്ഷേ ആ രാഗത്തിൽ ഭഗവാനുണ്ട്. ഇങ്ങനെ നാരദ മഹർഷി പറഞ്ഞു, ഇനി എന്താ കേൾക്കേണ്ടത് ചോദിച്ചു. അപ്പോൾ ബഹുലാശ രാജാവ് പറയാണ്, ഇപ്പോൾ ആ വേദപുരിയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഹരി പിന്നെ എന്തൊക്കെയാണ് ചെയ്തത്, ദിവ്യദർശനായിട്ടുള്ള അങ്ങ് അത് പറഞ്ഞു തരണേ എന്ന് നാരദ മഹർഷിയോട് പറയണു. അപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു, വേദപുരിയിലേക്ക് ഭഗവാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ സരസ്വതി ഉണ്ട് അവിടെ, നിഗമം. ഭഗവാന് ധാരാളമായിട്ട് കാഴ്ചകളൊക്കെ സമർപ്പിച്ചു സരസ്വതി. അതിനുശേഷം ഗന്ധർവാപ്സരസുകൾ, അതേപോലെ ഗ്രാമ താള സ്വരങ്ങളോട് കൂടിയിട്ട് രാഗങ്ങൾ, അവയുടെ ഭേദങ്ങൾ എല്ലാവരും കൂടി തൊഴുതു, നമസ്കരിച്ചു, അങ്ങനെ വണങ്ങി നിന്നു. അപ്പോൾ ഭഗവാൻ വളരെയധികം പ്രസന്നനായി. എന്നിട്ട് എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഈ വേദങ്ങളോട് പറഞ്ഞു, ഹേ വേദങ്ങളെ, ഭഗവാൻ പറയുകയാണ്, നിങ്ങൾക്ക് ആഗ്രഹമുള്ള വരം എന്തായാലും ചോദിച്ചോളൂ, ഞാനത് സന്തോഷത്തോടു കൂടിയിട്ട് തരാം. ഭക്ത
ഭക്തവാത്സല്യം എനിക്കുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഭക്തന്മാർക്ക് എന്തും തരും, എന്താ വേണ്ടത് വെച്ചാൽ പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, സരസ്വതി വേദങ്ങൾ പറയുകയാണ്, അല്ലയോ ഭഗവാനെ, അങ്ങ് പ്രസന്നനായിരിക്കുന്നു എങ്കിൽ സ്വന്തം ധാമമായിട്ടുള്ള ഗോലോകത്തിലും വൃന്ദാവനത്തിലും രാസമണ്ഡലത്തിലും വിരാജിക്കുന്നതായിട്ടുള്ള വിളങ്ങുന്നതായിട്ടുള്ള അങ്ങയുടെ ആ ഭഗവാന്റെ സ്വന്തം ഒരു രൂപമുണ്ട്, അതീവ സുന്ദരമാണ്. അപ്പോൾ അത് പാർഷദന്മാർക്കൊന്ന് കാണിച്ചു കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ഭഗവാന്റെ ഈ രാസമണ്ഡലത്തിലുള്ള രാധയോട് കൂടി നിൽക്കുന്ന ഭഗവാന്റെ രൂപം കണ്ടു കഴിഞ്ഞാൽ പിന്നെ മുക്തിയാണ്. അപ്പോൾ അത് ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് കാണാനുള്ള ആഗ്രഹമുണ്ട്, അതുകൊണ്ട് കാണിച്ചു തന്നാൽ വലിയ സന്തോഷം എന്ന് പറഞ്ഞു. ഇപ്പോൾ വരമായിട്ടാണോ ചോദിച്ചത്, അങ്ങനെ ഏത് രീതിയിലാണ് ചോദിച്ചാൽ നിശ്ചലാമട്ടാണ്. കാരണം അത് മുഴുവൻ വർണ്ണിക്കുന്ന ഈ വേദങ്ങൾ തന്നെയാണ്. എന്നിട്ടാണ് അതൊന്ന് കാണിച്ചു തരണേന്ന് പറയണത്. അപ്പോൾ വേദങ്ങളുടെ ഈ വാക്ക് കേട്ടപ്പോൾ പരിപൂർണതമനായിട്ടുള്ള ഭഗവാൻ ആ രാധാസമേതനായിട്ട് സ്വന്തം രൂപത്തെ അതീവ ഭംഗിയുള്ള ആ രൂപങ്ങളെ കാണിച്ചു കൊടുത്തു. അതിസുന്ദരമായിട്ടുള്ള ആ രൂപം കണ്ടു കഴിഞ്ഞപ്പോൾ ശരീരത്തെ പോലും മറന്നുപോയി ഈ വേദങ്ങൾ. എല്ലാവരും ഉണ്ടവിടെ. അപ്പോൾ എല്ലാവരും അതിയായിട്ട് സന്തോഷിച്ച് സ്തുതിക്കാനും വാദ്യഘോഷങ്ങളോടെ നൃത്തം ചെയ്യാനും, പിന്നെ പണ്ട് കേട്ടതാണല്ലോ ഇവരൊക്കെ, അതാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ അതിസുന്ദരമായിട്ടുള്ള രൂപത്തെ നേരിൽ കണ്ടപ്പോൾ വേദങ്ങൾ ഇനി ഏതൊക്കെ രീതിയിലാണ് സ്തുതിക്കേണ്ടത് വെച്ചാൽ ശരിയ. അപ്പോൾ ആ വേദസ്തുതി അവർ ചെയ്തു. അത് സത്ത്, ജ്ഞാനം, പ്രശാന്തം, പ്രഭു, അജൻ, സമൻ, ഇങ്ങനെ ഒരുട്ടം അനവധി ഭാവങ്ങളുണ്ട് ഭഗവാന്. പൂർണ്ണതയ്ക്ക് പരിപൂർണതമനല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടാണ് സ്തുതിക്കണത്. വേദാവാചാം സംജ്ഞാനമാത്രം സദസൽപരം ബൃഹത് ശാശ്വൽ പ്രശാന്തം വിഭവം സമം മഹത് ത്വാം ബ്രഹ്മവന്ദേ വസുദുർഗമം പരം സദാ സ്വധാംന പരിഭൂതകൈതവം. സരസ്വതിവാച മഹപരം ത്വാം കില യോഗിനോ വിദു സവിഗ്രഹം തത്ര വദന്തി സാത്വതാ ദൃഷ്ടം തു യത്തേ പദയോദ്വയം മേ ക്ഷേമസ്യ ഭൂയാൻ മഹസാമധീശ്വരം. ഗന്ധർവൗജോ ശ്യാമം ച ഗൗരം വിദിതം സ്വധാംന കൃതം ത്വയാ ധാമ നിജേച്ഛയാ ഹി വിരാജസേ നിത്യമലം ച താഭ്യാം ഖനോ യഥാ മേ ച കദാമിനി സ്യാം യഥാ തമാല കളഥ ഉതവല്യ ഖനോ യഥാ ചഞ്ചലയാ ചകാസ്തി നീലോദ്രിരാജോ നികഷാശ്മഖന്യ ശ്രീരാധയാ ഹ്യസ്തു തഥാ രമണ്യ ഗ്രാമൗജോ യസ്യ പദസ്യ പരാഗം ശംഭൂരമാകവിദേവൈ ഇച്ഛസി ചേതസി രാധാ തം ഭജ മാധവപാദം. താളൗജോ യേന ബലി സദ്വിഹരേത് ബലിമേവ ഹരേത് തം ഭജ പാദം തു ഹരേ ചേതസി തപ്തകുഹരേ. മാനൗജോ ഉൽക്ഷിപന്തി ബഹിർദുഃഖം സന്തോ യച്ഛരണം ഗതാ രാധാ മാധവയോർദിവ്യം ദധാമ പദപങ്കജം. സ്വരാവുജോ ശരദ്വികചപങ്കജശ്രിയമതീവ വിദ്വേഷകം മിളിന്ദമുനിലേഡിതം കുലിശകഞ്ചചിഹ്നാവൃതം സ്ഫുരൽകനകനൂപുരം ലളിതഭക്തതാപത്രയം ചലദ്വിധിപദദ്വയം ഹൃദി ദധാമി രാധാപദേ. ഇത് ചതുശ്ചത്വാരിംശോധ്യായ. ശ്രീ ഗുരുവായൂരപ്പ ശരണനാരായണ. അപ്പം ഇങ്ങനെ വേദങ്ങൾ സ്തുതിച്ചു. അതിമഹത്തായിട്ടുള്ള ഭഗവാന്റെ ഈ രൂപം അതെങ്ങനെയാണ് വർണ്ണിക്കേണ്ടത് ചോദിച്ചാൽ അറിയില്ല. ഭഗവാൻ സ്വന്തം തേജസ് കൊണ്ടാണല്ലോ ഇത്രയും അനുഗ്രഹ രൂപിയായിട്ട് ഭക്തവത്സലനായിട്ട് മാറിയത്. പിന്നെ സരസ്വതി സ്തുതിക്കുകയാണ്, അങ്ങ് യോഗികൾക്ക് നിഷ്കളങ്കനായിട്ടുള്ള, ഭക്തന്മാർക്ക് സകലനായിട്ടുള്ള, ഞങ്ങളെ പോലെയുള്ളവർക്ക് അങ്ങയുടെ പാദങ്ങളെ ആശ്രയം, അത് ശ്രേയസ് ആയിട്ട് കണക്കാക്കുന്ന ആ ഭാവം. സരസ്വതി സ്വതേ ഭഗവാന്റെ പത്നിയാണ്. ഇങ്ങനെ ഞങ്ങൾ അങ്ങയെ നമസ്കരിക്കുന്നു. അതുപോലെ ഗന്ധർവന്മാർ പറഞ്ഞു, അങ്ങയുടെ ശ്യാമവർണ്ണം, അതുപോലെ ശ്രീകൃഷ്ണനായിട്ടും ഗൗരവർണ്ണത്തിൽ രാധയായിട്ടും വിഹരിക്കണം. ഇപ്പോൾ ഭഗവാന്റെ അവതാരം അങ്ങനെയാണ്, ശ്യാമവർണ്ണത്തിൽ കൃഷ്ണനും വെളുത്ത നിറത്തിൽ രാധയും. അപ്പോൾ ഈ രണ്ട് രൂപവും
മേഘത്തിൽ മിന്നൽ എന്ന പോലെയാണ്. അങ്ങയുടെ ഇച്ഛയ്ക്കനുസരിച്ച് അങ്ങ് പല തരത്തിൽപ്പെട്ടതായിട്ടുള്ള കേളികളെ ചെയ്യണു. തമാലവർണം, സൗവർണലത, ഇങ്ങനെ ഇരിക്കുന്ന മേഘവും മിന്നലും പോലെയുള്ള ഈ നീലപർവ്വതം, സ്വർണ്ണഖനി, ഇത് രണ്ടും കൂടി എങ്ങനെയാണ്? അങ്ങനെ രാധയോടൊന്നിച്ച് വിരാജിക്കുന്ന ഭഗവാനായിട്ടുള്ള ശ്രീകൃഷ്ണന് പരിപൂർണതമന് നമസ്കാരം. ഗ്രാമങ്ങൾ പറയാണ്, ഏതോ പാദധൂളിയാണോ ഈ ശംഭു ആയാലും പാർവതി ആയാലും രമയായാലും മഹാജ്ഞാനികളായിട്ട് മറ്റേ മഹർഷിമാരായാലും ഭഗവാന്റെ ഈ തൃപ്പാദത്തെയാണോ ഭഗവതിയായിട്ടുള്ള ഈ രാധയും ആഗ്രഹിക്കുന്നത്? സദാസമയത്തും ചിത്തത്തിൽ ഇവരൊക്കെ ഭഗവാനെ കൊണ്ട് നടക്കുന്നത്, ധ്യാനിക്കുന്നത്. ആ മാധവപാദങ്ങൾക്ക് നമസ്കാരം. യസ്യ പദസ്യ പരാഗം ശംഭുഃ രമ കവി ദേവൈഃ ഇച്ഛസി ചേതസി രാധ തം ഭജ മാധവപാദം. ഞങ്ങളും ആ മാധവൻ്റെ പാദത്തെ ആഗ്രഹിക്കുന്നു. ഇനി സ്വയം ആദരിച്ച് പൂജിച്ച് മഹാബലിയെ ചതിച്ചതായിട്ടുള്ള ആ ചരണകമലങ്ങളെ ഭജിക്കുക. താളങ്ങൾ പറയാണ്. മഹാബലി ഭഗവാനെ നല്ലോണം പൂജിച്ചു, കാല് കഴുകി അത് തീർത്ഥം സ്വീകരിച്ചു, ശിരസ്സിൽ, അതേപോലെ ദേഹത്തിൽ, പിന്നെ തൻ്റെ പത്നിക്ക്, മറ്റെല്ലാവർക്കും കൊടുത്തു. എന്നിട്ട് ഭഗവാൻ യാജ്ഞാചലം കൊണ്ട് ബലിയിൽ നിന്ന് അതൊക്കെ വാങ്ങിയിട്ട് മുഴുവൻ നിസ്വനാക്കി. എന്നിട്ട് അത് മുഴുവൻ ഇന്ദ്രന് വാങ്ങിക്കൊടുത്തു. ആ പാദം കൊണ്ടാണല്ലോ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഭഗവാൻ അളന്നത്. ആ പാദത്തെ ഞങ്ങൾ ആശ്രയിക്കണം. അവിടെ ബലിയോടുള്ള മറ്റേ അനുകമ്പയോ ഭഗവാനോടുള്ള വിരോധമോ ഈ ഇങ്ങനെ പറയുമ്പോൾ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണ് ഈ ഒരു വട്ടം വേഷം കെട്ടിയിട്ട് ഓണക്കാലത്ത് ഭഗവാൻ നിന്ദ ചെയ്തും കൊണ്ട് അത് വേണ്ടത് മനസ്സിലാക്കാനുള്ള കഴിവില്ല. അതാണ് എന്തുകൊണ്ട് ഭഗവാൻ അങ്ങനെ ചെയ്തു, എന്തുകൊണ്ട് ബലി ഈ കാര്യത്തിൽ ഇത്രയും കൂടുതൽ സംതൃപ്തനായി. അനവധി ഉത്തരങ്ങളും ചോദ്യങ്ങളും അതിലുണ്ട്. അത് മനസ്സിലാക്കാൻ സാധിച്ചാൽ ഇങ്ങനെ ഒന്നും ചെയ്യില്ല. അപ്പം അതാണ് ശ്രീ ഗുരുവായൂരപ്പ. ഈ സത്തുക്കൾ, സജ്ജനങ്ങൾ ആരെയാണോ എപ്പോഴും ശരണം പ്രാപിക്കുന്നത്, ദുഃഖത്തെ പുറന്തള്ളുന്നത്, ഈ രാധാമാധവന്മാരെ സദാസമയത്തും ഭജിച്ചുകൊണ്ട് അവരുടെ പാദത്തെ ആശ്രയിക്കുന്നത്, അതൊക്കെ നമുക്കും ചെയ്യാം. ഞങ്ങളും ഭഗവാനെ ആശ്രയിക്കുന്നു. ഇങ്ങനെ ഈ മനുഷ്യന്മാരായിട്ടുള്ള മനുക്കൾ സ്തുതിച്ചു. പിന്നെ സ്വരങ്ങൾ, ശരൽക്കാലത്ത് വിരിഞ്ഞു നിൽക്കുന്ന താമരപ്പൂവിൻ്റെ ശോഭ, അത് വണ്ടുകളാകുന്ന ഈ മുനികൾ വന്നിട്ട് ആ പൂവ് പൊട്ടിച്ചിട്ട് ഭഗവാന് സമർപ്പിക്കണം, സേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് തന്നെ ചെറിയൊരു പ്രയാസം വരിക. കാരണം ഞങ്ങൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കണു, ഇവിടെ വിരിഞ്ഞു നിൽക്കുന്നതിന് പകരം നേരിട്ട് ഭഗവാന്റെ തൃക്കാലത്തേക്ക് എത്താൻ അത് സാധിക്കണില്ലല്ലോ. ഇപ്പോൾ വേറൊരാൾ സഹായം വേണമല്ലോ. അപ്പോൾ ഈ സഹായം ഇല്ലാത്തൊരവസ്ഥയിൽ എന്നാലും ശരി, ആ മുനിമാരെ ആശ്രയിച്ചു കൊണ്ട് ഞങ്ങൾക്ക് അവിടെ എത്താൻ സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ള ആ ഭാവത്തോട് കൂടിയിട്ട് ഇങ്ങനെ ഭഗവാൻ ഈ പരിപൂർണതമനായിട്ടുള്ള ഈ ശ്രീകൃഷ്ണൻ മുനിമാരാൽ സേവിക്കപ്പെടുകയാണ്. ഭഗവാന്റെ പാദചിഹ്നങ്ങളിൽ വജ്രാങ്കുശ ധ്വജ സരോരുഹ യവാദികൾ, അതൊക്കെ പാദചിഹ്നങ്ങൾ. അതേപോലെ ഭഗവാന്റെ കനകനൂപുരം, പൊഞ്ചിലമ്പ്, ആഭരണങ്ങൾ, ഇതെല്ലാം അത്യധികം ശോഭയോട് കൂടിയിട്ട് ഭൂഷണങ്ങളായിട്ട് ഭഗവാന്റെ തൃപ്പാദത്തിലും ഭഗവാന്റെ ഈ മേനിയിലും എങ്ങനെ കാണുന്നു. എല്ലാ താപത്രയങ്ങളും ഇല്ലാണ്ടാക്കുന്ന ആധികൾ, താപത്രയങ്ങൾ, അങ്ങനെയല്ലേ? മൂന്നാധി, 3 താപം, ശോക ദുഃഖ ഭയം, ആധ്യാത്മികം, ആധിഭൗതികം, ആധിദൈവികം, അതേപോലെ കാമക്രോധാദികൾ, വിശപ്പ്, ദാഹം തോന്നിയുള്ള ഷഡ് ഊർമികൾ, പഞ്ചേന്ദ്രിയങ്ങൾ, മനസ്സിനുള്ള ഷഡ് അരികൾ, ഇതിനൊക്കെ ഇല്ലാണ്ടാക്കാൻ സാധിക്കുന്നു. ഈ രാധാപതിയാകുന്ന ശ്രീകൃഷ്ണൻ്റെ പാദങ്ങളെ, രാധയുടെ പാദങ്ങളെയും കൂട്ടി ആരാണോ ഭജിക്കുന്നത് അവർക്ക് എന്നും ഈ ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനം കിട്ടും. അതിന് ഞങ്ങളും ഭഗവാനെ എപ്പോഴും അങ്ങയെ ആശ്രയിക്കണം. ഇങ്ങനെ സ്വരങ്ങളും സ്തുതിച്ചു.
ഇങ്ങനെ പലതരത്തിലുള്ള വേദങ്ങൾ തൊട്ടുള്ള എല്ലാവരും ഭഗവാനെ ആശ്രയിക്കുന്നു എന്ന് ഈ അധ്യായം കൊണ്ട് പറയണു. ഗർഗഭാഗവതത്തിലെ വിശ്വജിത് ഖണ്ഡത്തിലെ 45-ാമത്തെ അധ്യായം ഇങ്ങനെ 46 ശ്ലോകങ്ങളെ പറഞ്ഞുകൊണ്ട് അവിടെ സമാപിപ്പിച്ചു. ഇനി അടുത്തത് രാഗകൃത കൃഷ്ണധ്യാനം. ഇനി രാഗങ്ങൾ നേരിട്ട് ഭഗവാനെ സ്തുതിക്കാണ്. നമുക്ക് കേൾക്കാം. സംഗീതം പഠിച്ചവർക്ക് ഇത് നല്ലോണം മനസ്സിലാവും. ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, എത്ര തരത്തിൽപ്പെട്ടതുണ്ട് എന്നൊക്കെ. അപ്പോൾ ഇത് എല്ലാവർക്കും ഇതൊക്കെ മനസ്സിലാവുമോ ചോദിച്ചാൽ നിശ്ചല. അങ്ങനെയാണ്, അത്രയും കൂടുതലുണ്ടാവണ്ട. നമുക്ക് നാളെ 45-ാമത്തെ അധ്യായം ഈ രാഗകൃത കൃഷ്ണധ്യാനം ഇതൊക്കെ ഇളാവൃതത്തിൽ സംഭവിക്കുന്നതാണ്. ഇത് കേൾക്കാം. നാരായണ നാരായണ നാരായണ.